ഹലോ, ഞാൻ ഡോക്ടർ ഐഷ സപ്ന. വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനെ പറ്റിയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ആക്നെ വൾഗാരിസ് അഥവാ മുഖക്കുരു. മുഖക്കുരു എന്ന് പറയുന്നത് നമ്മളുടെ ഹെയർ ഫോളിക്കുലർ യൂണിറ്റിൻ്റെ, അതായത് നമ്മൾ പൈലോ സെബേഷ്യസ് യൂണിറ്റ് എന്ന് പറയും, അതിൻ്റെ ഒരു നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷനാണ്. പണ്ട് കാലത്തൊക്കെ നമ്മൾ ഒരു പ്യൂബേർട്ടി ഏജ് ഗ്രൂപ്പിലാണ് ഇത് കോമൺ ആയിട്ട് കാണാറ്. പക്ഷേ ഇപ്പം എന്താ വെച്ചാൽ ലേറ്റ് ഓൺസെറ്റ്, അതായത് 25 വയസ്സിന് ശേഷവും ലേറ്റ് പേഴ്സിസ്റ്റിംഗ് ആയിട്ടും അഡൾട്ട് ഓൺസെറ്റ് ആയിട്ടൊക്കെ നമ്മൾ ആക്നെ കാണാറുണ്ട്. നമ്മൾ പണ്ട് വിചാരിച്ചിരുന്ന മാതിരി മുഖത്ത് മാത്രമല്ല മുഖക്കുരു വരാനുള്ള പോസിബിലിറ്റി ഉള്ളത്. ബാക്കി നമ്മുടെ ബോഡിയിലുള്ള സെബോറിക് ഏരിയാസ് എന്ന് പറയുന്നത്, അതായത് സെബേഷ്യസ് ഗ്ലാൻഡുകൾ കൂടുതലുള്ള ഏരിയാസിലൊക്കെ ഈ ആക്നെ വരാം. അതായത് അപ്പർ ബാക്ക്, നമ്മുടെ വി ഏരിയ ഓഫ് ചെസ്റ്റ്, അപ്പർ ആംസ്, ഈ ഭാഗത്തൊക്കെ ആക്നെ ഉണ്ടാവാറുണ്ട്. ഒന്ന് ചില ഫോർഹെഡും മറ്റൊരു റീജിയനാണ് ആക്നെ വരുന്നതിൻ്റെ. ആക്നെ വരുന്നത് ഒരു സിംഗിൾ റീസൺ കൊണ്ടല്ല. അതായത് അതിൻ്റെ ജനറ്റിക് പ്രോബബിലിറ്റി ഉള്ള ആളുകൾക്ക്, അതായത് ഫാമിലിയലി ആക്നെ വരാനുള്ള ടെൻഡൻസി ഉള്ള ആളുകൾക്ക് ബാക്കി ഹോർമോണൽ ചേഞ്ചസും ഇമ്മ്യൂണോളജിക്കൽ ചേഞ്ചസും ഒക്കെ വരുമ്പോൾ ഫൈനലി ഈ ആക്നെ ആയിട്ട് പരിണമിക്കുക ചെയ്യുന്നത്. ഇതന്നെ എല്ലാവരുടെയും ആക്നെ നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കേണ്ട ഒരു രോഗമൊന്നുമല്ല. ഒരുവിധം എല്ലാവർക്കും ഒരു പ്രായത്തിൽ ട്രാൻസിയൻ്റ് ആയിട്ട് ആക്നെ വരും, പോവും, അതന്നെ മൈൽഡായിട്ട് ഉണ്ടാവും. പക്ഷെ നമ്മളതെപ്പോഴാണ് കാര്യമായിട്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ സിവിയറിറ്റി കൂടുകയും അതിനെ കൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് കൂടുമ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി പേഷ്യൻസും ആസ് എ ഡോക്ടറും നമ്മൾ കൺസേൺഡ് ആവുന്നത്. അപ്പം അങ്ങനെ പേഴ്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, വളരെ ഡീപ്പായിട്ട് പെയിൻഫുൾ ആയിട്ട് ആക്നെ വരുന്നുണ്ട്, നമ്പർ സിവിയറിറ്റി ഓഫ് ആക്നെ ഭയങ്കര കൂടുതലാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രീറ്റ് ചെയ്യണം. ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റീസൺസ് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ആ റീസൺസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ റീസൺ കൊണ്ടല്ല ഒരു കണ്ടീഷനും വരുന്നത്. ബേസിക്കലി ഒരുപാട് ഫാക്ടേഴ്സ്, അതായത് നമുക്ക് ചേഞ്ച് ചെയ്യാനും ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതുമായ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ളത് നമ്മളുടെ ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. ഇതിൻ്റെ റിഫ്ലക്ഷൻസ് ആയിട്ട് നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് ആണ് ഈ ആക്നെയുടെ മെയിൻ റീസൺസ്. അപ്പം അതിൽ സ്ട്രെസ് ഫാക്ടേഴ്സ് ഉണ്ടാവും, നമ്മളുടെ ഡയറ്റ് ഉണ്ടാവും, നമ്മളുടെ എക്സസൈസ് പാറ്റേൺസ് ഉണ്ടാവും, നമ്മളുടെ സ്ലീപ്പ് ഉണ്ടാവും, അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും. ഇതിൽ ഡയറ്റാണ് മുഖ്യം. ഡയറ്റ് നമ്മളുടെ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള, മധുരം കൂടുതൽ നമ്മുടെ ബോഡിയിലേക്ക് പെട്ടെന്ന് റിലീസ് ചെയ്യുന്ന ടൈപ്പ് ഡയറ്റ് ഉണ്ടെങ്കിൽ, ഇപ്പം ഡയറി പ്രോഡക്ട്സ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ഡയറി പ്രോഡക്ട്സ് ഒക്കെ വളരെ ഹൈ ചാൻസസ് ഉള്ള ഫുഡ് സ്റ്റെപ്സ് ആണ്. ഇതിനെക്കുറിച്ചുള്ള സ്റ്റഡീസ് ഇതിന് ഫോറും എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ പറയപ്പെടുന്നുണ്ടെങ്കിലും നമുക്ക് ഓരോ പേഷ്യൻറ്റിൻ്റെ അനുഭവത്തിൽ നിന്നും നമ്മൾ കാണുന്നതെന്നും ഈ ഡയറ്റിന് വളരെയധികം റോളുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ നമ്മളുടെ ആക്നേൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതായത് ഗുളികകളായിട്ട് കഴിക്കുന്നതും ക്രീംസ് ആയിട്ട് യൂസ് ചെയ്യുന്നതും ഒക്കെ ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മളെ കൊണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് അതൊരു പ്രോപ്പർ റിസൾട്ട് കിട്ടില്ല. ആക്നെ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ മറ്റൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ ആക്നെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സ്കാറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കുറയ്ക്കാൻ പറ്റും. അതായത് ആക്നെ ട്രീറ്റ് ചെയ്യാതെ അതിൻ്റെ സ്കാറിങ് വന്നു കഴിഞ്ഞാൽ സ്കാറിങ്ങിനുള്ള ട്രീറ്റ്മെൻറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പല കമ്പൈൻഡ് ട്രീറ്റ്മെൻറ്റ്സും വേണ്ടി വരും. അത് മിക്കവാറും പ്രൊസീജിയേഴ്സ് ആയിട്ടായിരിക്കും. കാരണം നമ്മൾ തേക്കുന്ന ക്രീമുകളെ കൊണ്ട് പലപ്പോഴും നമുക്ക് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റാറില്ല ആക്നെ സ്കാർ. നമ്മളുടെ സെൻറ്ററിൽ ആക്നെക്ക് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ഉണ്ട്. അത് നമ്മൾ സിംഗിളായിട്ടും കോമ്പിനേഷൻസ് ആയിട്ടും ഒക്കെ ചെയ്യാറുണ്ട്. അതിൽ ചിലത് ഞാൻ മെൻഷൻ ചെയ്യാം. ഒന്ന് കെമിക്കൽ പീലിങ്സ് ആണ്. അതും തന്നെ നമ്മൾ ഫ്യൂ സിറ്റിങ്സ് ചെയ്യേണ്ടി വരും. ഒരു സ്പെസിഫിക് ഡ്യൂറേഷൻ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് കുറച്ച് തവണകൾ ചെയ്യേണ്ടി വരും. പിന്നെ ഉള്ളത് ലേസർ ബേസ്ഡ് എനർജി ഡിവൈസസ് ലൈക്ക് CO2 ലേസർ. പിഗ്മെൻറ്റേഷനാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യൂസ്വിച്ച് 10 ലേസേഴ്സ് യൂസ് ചെയ്യും. പിന്നെ സ്കാർസിൻ്റെ ആ ഒരു ഡെപ്തും അതിൻ്റെ സിവിയറിറ്റിയും ഒക്കെ അനുസരിച്ച് നമ്മൾ എക്സോസോം തെറാപ്പി യൂസ് ചെയ്യാറുണ്ട്, ഡെർമ പെൻ യൂസ് ചെയ്യാറുണ്ട്, ഇതിൻ്റെ തന്നെ കോമ്പിനേഷൻസ് യൂസ് ചെയ്യാറുണ്ട്, സ്കിൻ ബൂസ്റ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഏതൊരു ആക്നെ ട്രീറ്റ്മെൻറ്റിൻ്റെയും കൂടെ പേഷ്യൻറ്റിൻ്റെ ഡയറ്റ് നമ്മളെ ലൈഫ് സ്റ്റൈലും പ്രോപ്പറായിട്ട് അസസ് ചെയ്യാറുണ്ട്. കാരണം അതിലുള്ള ഒരു നെഗറ്റീവ് സൈഡുകൾ നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ ബാക്കി ട്രീറ്റ്മെൻറ്റ്സ് ഒരു 30% വർക്ക് ചെയ്യുക. ശരിക്കും നമ്മളെ ലൈഫ് സ്റ്റൈൽ ഡയറ്റ് മോഡിഫിക്കേഷനാണ് ശരിക്കും ഒരു 75% ഇതിൽ ആക്ട് ചെയ്യുന്നത്.
പേഷ്യൻസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഈ ക്രീമുകൾ എത്ര കാലം തേക്കേണ്ടി വരും എന്നുള്ളത്. അപ്പം ആക്നെ ട്രീറ്റ്മെൻറ്റിൽ പല ടൈപ്പ് ഓഫ് ക്രീംസ് ഉണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആ ആക്നേൻ്റെ സിവിയറിറ്റിയും അതിൽ ടൈപ്പ് ഓഫ് ആക്നെ വരുന്നതും അതിൻ്റെ സൈറ്റ് ഓഫ് ലീഷനും പിന്നെ പേഷ്യൻ്റെ ജീവിക്കുന്ന സാഹചര്യങ്ങളും അവിടുത്തെ ക്ലൈമറ്റിക് കണ്ടീഷൻസും ടൈപ്പ് ഓഫ് സ്കിൻ ഡ്രൈ ടൈപ്പ് ആണോ ഭയങ്കര സെൻസിറ്റീവ് ആണോ ഇങ്ങനത്തെ ഫാക്ടേഴ്സൊക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഫാക്ടേഴ്സ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ചു കാലം ഒരു ക്രീം ഇട്ട് നിർത്തി കഴിഞ്ഞാൽ ഈ ആക്നെ കംപ്ലീറ്റ്ലി പോകുന്ന ഒരു കണ്ടീഷനല്ല. പലപ്പോഴും നമുക്ക് മെയിൻ്റനൻസ് പോലെ നമ്മൾ ചെയ്യുന്ന മോഡിഫിക്കേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും, ഡയറ്റ് മോഡിഫിക്കേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അതിൻ്റെ കൂടെ തന്നെ മെയിൻ്റനൻസ് പോലെ യൂസ് ചെയ്യാവുന്ന ക്രീംസ് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അതിലുള്ള സ്ട്രോങ് ക്രീംസ് ആയിട്ടുള്ളത് പലപ്പോഴും നമുക്ക് ബ്രേക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യുകയും. അപ്പം അതൊക്കെ ആ ട്രീറ്റിംഗ് ഡോക്ടറിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ചാണ്. ആക്റ്റീവ് ട്രീറ്റ്മെൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ നോർമൽ ഫ്ലോറ മെയിൻറ്റെയിൻ ചെയ്യാനും ശ്രദ്ധിക്കണം. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ മോയ്സ്ചറൈസേഴ്സും സൺസ്ക്രീൻസും തന്നെയാണ്. ഏതൊരു ഇൻഫ്ലമേറ്ററി ഇവൻ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഈ 2 കാര്യങ്ങൾ യൂസ് ചെയ്താലും അതിൻ്റെ ടെൻഡൻസി വളരെയധികം കുറയും. ഒരു ബേസിക് നോട്ടിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആക്നെ വരാതെ നോക്കുന്നതാണ് ആക്നേൻ്റെ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ്. ആൻഡ് ആക്നെ വരാതെ നോക്കുന്നത് തന്നെയാണ് ആക്നെ സ്കാറിൻ്റെയും ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഇത് രണ്ടും ഉണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ മെയിൻ്റനൻസ് പോലെ ഇത് വരാനുള്ള ടെൻഡൻസികൾ കുറയ്ക്കുന്ന ടൈപ്സ് ടോപ്പിക്കൽ ഏജൻസ് അഥവാ ക്രീംസ് യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ ആ ലീഷൻ്റെ സിവിയറിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് മൊഡാലിറ്റീസ് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ കൺസൾട്ടിങ് ഡെർമറ്റോളജിസ്റ്റ് നിങ്ങൾക്ക് ഗൈഡ് ചെയ്ത് തരികയും ചെയ്യും.